ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു റെസിപ്പി വ്ളോഗായിട്ടാണ് വന്നത് കേട്ടോ. ഞാൻ തടിക്കാൻ കാരണമായ ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നത്. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ എടുത്തത് ഒരു 3-4 ബദാം, പിന്നെ അതേപോലെ തന്നെ വാൾനട്ട് വേണം. വാൾനട്ട് ഒരു 3 വാൾനട്ട്. എനിക്ക് വാൾനട്ടിൻ്റെ ടേസ്റ്റൊക്കെ വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരു 3 വാൾനട്ട്, ഒരു ഹാൻഡ്സ് ഫുള്ള് ഇത് പീനട്ട്. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് നിർബന്ധമാണ്. ഞാൻ ഇത് രണ്ടും ഇല്ലാണ്ട് ഞാൻ അടിക്കലുണ്ട്, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് രണ്ടും വാൾനട്ടും ബദാമും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു കടല നിർബന്ധമാണ്. ഇനിയിപ്പോൾ ഇതെടുത്താലും ഇത് കുറയ്ക്കരുത്, ഇത് വേണം, ഇത് മസ്റ്റാണ്. ഇതൊരു ഹാൻഡ് ഫുള്ള്. പിന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ബനാന. ഇത് വലിയ ബനാനയാണ് വേണ്ടത്, അതായത് നമ്മൾ നേന്ത്രപ്പഴം ഉണ്ടാവുമല്ലോ, അതാണ് വേണ്ടത്. ഇതിൻ്റെ അടുത്ത് പറ്റ ചെറുതാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. മീഡിയം സൈസാണ് നോർമലി എല്ലാ ബനാനയും ഉണ്ടാവാറ്, അതുകൊണ്ട് എന്ത് ചെയ്യാം, എടുക്കുമ്പോൾ അത്യാവശ്യം വലുത് നോക്കിയിട്ട്, അതായത് ഒരു വലുത് നോക്കിയിട്ട് എടുക്കുക. എൻ്റെ കുഞ്ഞതായതുകൊണ്ടാണ് ഞാൻ ഈ 2 എടുത്തത്. ഓക്കെ. പിന്നെ ഈ ബദാം ഉണ്ടല്ലോ, അത് ബദാം ആയാലും വാൾനട്ട് ആയാലും ഞാൻ സോക്കൊന്നും ചെയ്ത് വെക്കലില്ല, ഞാൻ അതേപോലെ തന്നെയാണ് ഇടൽ. ഇനി സോക്ക് ചെയ്യണം എന്ന് നിർബന്ധമുള്ളവർക്ക് സോക്ക് ചെയ്യാം. പിന്നെ ഞാനിങ്ങനെ തന്നെയാണ് അധികം ഇടൽ. ബദാമാണെങ്കിലും അതൊക്കെ ഭയങ്കര പണിയായിട്ട് ഞാൻ കൂട്ടിയിട്ട് എന്താ പറയുക, എനിക്ക് അതൊക്കെ ഭയങ്കര പണിയാണ്, അതുകൊണ്ട് ഞാൻ ഇടാറില്ല. അതായത് ഞാൻ സോക്ക് ചെയ്ത് ഇടാറില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെയാണ് ഇടൽ. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് ഷുഗർ ഇടേ ചെയ്യരുത്, അതിന് പകരം എന്താ പറയുക, മറ്റേ ഇതില്ലേ നമ്മളെ കാരക്ക, അത് ഇടുക, ഡേറ്റ്സ് ഇടുക. 1-2 മാത്രം ഇട്ടാൽ മതി, കാരണം നമ്മൾ ഈ ബനാനയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. മധുരത്തിന് ഷുഗർ ഇടേ ചെയ്യരുത് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. 1 കപ്പ് ഫുള്ളായിട്ട് വേണമെന്നില്ല, ഇതിൻ്റെ ഒരു 1/4 കപ്പ് പാല് മാത്രം മതി. ഇതിലേക്ക് വെള്ളം 1 സ്പൂണ് പോലും വെള്ളം ചേർക്കരുത്. നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മിൽക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇതാ നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ, നല്ല അടിപൊളി ജ്യൂസാണ് ഇത്. ഞാൻ നേരത്തെ ആകെ ഞാൻ അരടിയാത്ത കണ്ടിട്ടു, പക്ഷേ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. നേരത്തെ ഞാൻ ആകെ 1/4 കപ്പ് പാലേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പം കണ്ടില്ല, 1 ഫുൾ കപ്പ് നമുക്ക് എന്ത് ചെയ്തു, ഇത് കിട്ടി, ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആകെ 1/4 കപ്പ് പാലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ബൂസ്റ്റ് പൊടി കൂടി ഇടും. അപ്പം ഞാനിതാ അതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡർ ഇട്ടിട്ടുണ്ട്. ബൂസ്റ്റിൻ്റെ പൗഡറും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അൺഹെൽത്തി ആണ് ബൂസ്റ്റ് എന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഒരു രസമല്ലേ, ടേസ്റ്റ് അല്ലേ, അതുകൊണ്ടാട്ടോ ഇട്ടത്. ഇല്ലാത്തൊരു ഒഴിവാക്കാൻ എനിക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ടത്. പിന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് ബെസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ തടിക്കാൻ കഴിയും. എന്തൊക്കെയെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഇത് മന്ത്ലി 1 വട്ടം 2 വട്ടം മാത്രം കുടിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ദിവസം കുടിക്കണം, ദിവസം 2 നേരം കുടിക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്. ദിവസം കുടിക്കണം. എല്ലാം ഒരു മിനിമം ഒരു 1 മാസത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഒരു 3 ആഴ്ച 2 ആഴ്ചനെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഞാൻ അത്രയും മെലിഞ്ഞ ഒരാളായിരുന്നു. ഇപ്പം എനിക്ക് ധൈര്യമാണ്, കാരണം മെലിഞ്ഞാലും കുഴപ്പമില്ല, തടിക്കാനുള്ള ഒരു വഴി ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനമാണ്. മെലിഞ്ഞാലും കുഴപ്പമില്ല എന്ന്. ഓക്കെ. അപ്പോൾ ഞാനിപ്പം അധികം ഞാനിത് യൂസാക്കാറില്ല, അപ്പം ഓവർ തടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു പാകത്തിനുള്ള തടി എനിക്കിപ്പോൾ ഉണ്ട്. ഡ്രസ്സ് ഇട്ടാലൊക്കെ ഒന്നും വലിയ വൃത്തികേടില്ലാത്ത ഒരു പാകത്തിനുള്ളൊരു തടി എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. തടി നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളിത് സ്റ്റോപ്പാക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പിന്നെയും മെലിഞ്ഞ് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ഒന്നും കൂടി ഉണ്ടാക്കി കുടിക്കുക. ഞാൻ എന്നിട്ടും കാണിച്ചു തരാം. കപ്പിൻ്റെ ഒരു വലുപ്പം ഈ ഒരു വലുപ്പത്തിൽ വേണം
എന്ത് ചെയ്യേണ്ടത്, ഉണ്ടാക്കി കുടിക്കേണ്ടത് കേട്ടോ. നമ്മൾ വലിയ മഗ് ഉണ്ടാവുമല്ലോ, ആ മഗ് ഫുള്ള് ഉണ്ടാക്കിയിട്ട് കുടിക്കണം. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം. യൂസ് ആക്കിയാലേ ഇതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് വരുള്ളൂ. ഒരു ദിവസം 2 ദിവസം യൂസ് ആക്കിയിട്ട് പിന്നെ നിർത്തി കളയരുത്. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുത്തു. പക്ഷെ ഓരൊക്കെ എന്ത് ചെയ്യാം, 2 ദിവസം 3 ദിവസം യൂസ് ആക്കും, പിന്നെ നിർത്തും. ഇപ്പം പാലായാലും അതേപോലെ തന്നെ പഴമായാലും എപ്പോഴും നമ്മൾ വീട്ടിലും അതേപോലെ തന്നെ അടുത്തുള്ള കടയിലൊക്കെ എപ്പോഴും ഉണ്ടാകാവുന്ന സാധനങ്ങളാണ്. സോ നാവ് കഴിഞ്ഞില്ല, അതുകൊണ്ടാട്ടോ. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തൊക്കെ. അത് ഇന്ന ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല, ഏത് മക്കൾക്കും കൊടുക്കാം, കുട്ടികൾക്കും കൊടുക്കാം. കാരണം അൺഹെൽത്തി ആയിട്ടോ വേറെ ഒന്നുമില്ല. ജസ്റ്റ് ബനാന, നേന്ത്രപ്പഴം ഇനിയിപ്പോൾ വാൾനട്ടും ബദാമും ക്യാഷ്യൂൻ്റെ കേസ് പറയാൻ മറന്നത്. ക്യാഷ്യൂ എൻ്റെ കയ്യിലില്ല. ക്യാഷ്യൂ ഉണ്ടെങ്കിൽ ക്യാഷ്യൂ ഇടാം. ഇത് 3 ഉണ്ട്. അതേപോലെ തന്നെ പീനട്ടും ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, ഇത് 4 ഒരുമിച്ച് ഇടുക. ഇനിയിപ്പോൾ ഇത് 3 ഇല്ലെങ്കിലും കുഴപ്പമില്ല, പീനട്ട് നിർബന്ധമാണ്. തൊലിക്കടല അത് നിർബന്ധമായിട്ടും ഇടുക. എന്നാൽ നിങ്ങൾക്ക് ഇതാ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അത് ഉറപ്പാണ്. ട്രൈ ആക്കുക, ഷുവറായിട്ട് കിട്ടും, ഗ്യാരൻറ്റി. തടിച്ചിട്ടില്ലെങ്കിൽ എന്നോട് പറയണം. പക്ഷെ തടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ദിവസം കുടിക്കണം. അതായത് ഒരു ദിവസം വിടാണ്ട് കഴിയണതും ഒരു ദിവസം 2 ഗ്ലാസ് വെച്ചിട്ടെങ്കിലും ഇത് കുടിച്ചിട്ട് ട്രൈ ആക്കുക. അപ്പോൾ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ മെലിഞ്ഞ ഫ്രണ്ട്സിനൊക്കെ ഇത് പോയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊന്ന് ട്രൈ ആക്കി നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.